ദൃശ്യം ത്രീ തിയേറ്ററിലെത്തുന്ന സമയത്ത് ദൃശ്യം 3യെ വട്ടം വെക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ദൃശ്യം 3ക്ക് ക്ലാഷായിട്ട് കുറേ സിനിമകൾ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സിനിമകൾ കുറേ എണ്ണം ദൃശ്യം 3ക്ക് ക്ലാഷായിട്ട് വരുന്നുണ്ട് എന്നതിൽ ഒരു സംശയമില്ല. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ളത് മാർച്ച് 19 ആട് 3 റിലീസ് ചെയ്യുമെന്ന് നോർമലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് കൺഫേം ആണ്. അപ്പോൾ മാർച്ച് 19 ആട് 3 വരുമ്പോൾ ആട് 3ക്ക് വേണ്ടി അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. മാർച്ച് 19 ദൃശ്യം 3 ഏപ്രിൽ 2 എത്തുന്നു. നോർമലി ദൃശ്യം 3ക്ക് വട്ടമാകുമോ ഇല്ലയെന്നൊന്നുമല്ല, എങ്കിലും ആട് 3 അത്യാവശ്യം നല്ല സിനിമയാണെങ്കിൽ ദൃശ്യം 1 ഉയർക്കും. കാരണം എന്നാന്ന് വെച്ചാൽ ഷാജിപ്പാപ്പനും പിള്ളേരും ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓളം എത്രയാണെന്ന് നമുക്കറിയാം. ഒപ്പം തന്നെ ലാലേട്ടൻ ഈ പ്രാവശ്യം ദൃശ്യം 3യുമായിട്ട് വരുമ്പം മുട്ടുന്നത് കുറേ ചെറുപ്പക്കാരോടുകൂടിയാണ്. അതും ഡയറക്റ്റ് മുട്ടാണ്. അതെ, വാഴ 1 നമുക്കറിയാം. വാഴ സിനിമ ഇറങ്ങിയ സമയത്ത് അത് ഒരു ചെറിയ പടമായിട്ട് വന്ന സിനിമയാണ്. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ വന്ന സിനിമ, കുറേ പിള്ളേർ സെറ്റിൻ്റെ സിനിമ എന്നുള്ള രീതി വന്നതാണ്. പക്ഷേ അത് അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് 40 കോടിയോളം 30-40 കോടിയോളം കളക്ഷൻ തിയേറ്ററിൽ നിന്ന് നേടി. അപ്പോൾ അതിൻ്റെ തുടർഭാഗം വാഴ 2 ഏപ്രിൽ 2 തന്നെ റിലീസ് ചെയ്യുമെന്ന് ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ട്. അപ്പം അതും ലാലേട്ടനോട് വട്ടം വെപ്പ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വാഴ 1 അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതിൻ്റെ തന്നെ കുറച്ച് ഫാൻസ്, ഇപ്പോഴും കുറേ ഫാൻസ് ഫോളോയിങ് ഉള്ള ഒരു സിനിമയാണ് വാഴ എന്ന് പറയുന്നത്. അതിൻ്റെ 2 ഭാഗം വരുമ്പോൾ, 2ാം ഭാഗം വരുമ്പോഴും അത്യാവശ്യം നല്ല പ്രതീക്ഷ തന്നെ ഉണ്ട്. ഒപ്പം തന്നെ മാർച്ച് 19 അങ്ങ് ഹിന്ദിയിൽ നിന്ന് അങ്ങ് ബോംബെയിൽ നിന്നും ഒരു സിനിമ വരുന്നുണ്ട്, ദുരന്തർ 2. ദുരന്തർ 1 അത്യാവശ്യം നല്ല ഹിറ്റായിരുന്നു. അതിലകത്ത് അത്യാവശ്യം വന്ന ഹിറ്റെന്നല്ല, ഹിന്ദിയിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ്. 1000 കോടിയിൽ മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ്. അതിൻ്റെ പാർട്ട് 2വും മാർച്ച് 19 റിലീസിങ്ങിന് എത്തുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്. അപ്പോൾ അതും മാർച്ച് 19 10-15 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും അതും ലാലേട്ടൻ വേണമെങ്കിൽ ഒരു ക്ലാഷായിട്ട് നിന്നാണെങ്കിൽ വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ. ഇത് 3 ലാലേട്ടൻ ഇങ്ങനെ വട്ടം വെച്ച് ക്ലാഷായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ സൈജു കുറുപ്പിൻ്റെ ഒരു സിനിമ, സൈജു കുറുപ്പിൻ്റെ 150ാമത്തെ സിനിമയാണ്. അതും ഈ മാർച്ച് സംബന്ധം ഏപ്രിൽ സംബന്ധമായിട്ട് തന്നെ തിയേറ്ററിൽ റിലീസിങ്ങിന് ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെ ദൃശ്യം 3യും ജോർജ് കുട്ടിയും കുടുംബവും ഇങ്ങനെ കുറേ ആൾക്കാരോടും ഒപ്പം തന്നെ വരുണിനോടും കുടുംബത്തിനോടും എല്ലാം മല്ലടിച്ച് വേണം ഹിറ്റടിക്കാൻ. ദൃശ്യം 3 എന്തായാലും ഹിറ്റടിക്കും, എങ്കിലും കാര്യങ്ങൾ അത്ര സിമ്പിളല്ല. എന്തായാലും ഏപ്രിൽ 2 നമുക്കറിയാം ജോർജ് കുട്ടിക്കും പിള്ളേർക്കും കാര്യങ്ങൾ സിമ്പിളാണ് അല്ല എന്നുള്ളത്.